പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നന്മയൊരു നല്ല ദിവസം അവർക്ക് നേരുന്നു. ഇപ്രാവശ്യത്തെ ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷൻ ഈ സമയത്ത് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാനൊരു സാഡിസ്റ്റാണോ എന്ന് ചിന്തിക്കരുത്. കാരണം ഈ വേനൽ ചൂടിൻ്റെ സുഖം എന്ത് എന്ന് ശീതീകരിച്ച റൂമിനകത്തും കാറിനകത്തും ഇരുന്ന് കിടന്നും പോയ അല്ലെങ്കിൽ 3 ക്ലാസ് മുതൽ 7 ക്ലാസ് വരെയുള്ള ഹോട്ടലിൽ താമസിച്ച കുറേ MLAമാർക്ക് മനസ്സിലാവും. ശരീരത്തിന് വേർപ്പിൻ്റെ അസുഖമുള്ള പലരും ഇപ്പം വേർപ്പൊന്നും മാറി നെയ് ഉരുകി ഇറങ്ങും. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനും പിന്നെ നിയമസഭാ ഇലക്ഷൻ ഈ തരുണത്തിലാണ് നമുക്ക് എപ്പോഴും വരുന്നത് 5 കൊല്ലത്തിനിടയ്ക്ക്. പക്ഷേ ഈ കൊല്ലത്തെ ചൂടുണ്ടല്ലോ, അത് എന്തായാലും നെയ് ഉരുകി ഇറങ്ങുന്ന ചൂടാണ്. നടന്ന് തെണ്ട് എന്തായാലും മെയ് മാസം 4-ാം തീയതി വരെ അല്ല 5-ാം തീയതി വരെ കൂട്ടിക്കോ, ഇങ്ങനെ നമുക്ക് കുറച്ച് നേരം ഇറങ്ങി നടക്കാം. പക്ഷേ ഇലക്ഷൻ നേരത്തെ തീരും, മെയ് 5-ന് റിസൾട്ട് അറിയത്തുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട MLAമാരാകാൻ പോകുന്നവരും MLAമാരായിട്ട് ഇപ്പം ഫേസ് ചെയ്യുന്നവരും, എന്നാൽ ഈ കൂട്ടത്തിൽ ഇതിനൊന്നും ഇറങ്ങാത്ത ആളുകളുണ്ട്, ശീതീകരിച്ച വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാത്തവരുണ്ട്. അവർ ജയിക്കുമെന്നുള്ള ഷുവർ സീറ്റിലാണ് നിൽക്കുന്നത്. എന്നാൽ സാധാരണക്കാരൻ്റെ വേർപ്പിൻ്റെ ഗുണമെന്ത് എന്ന് നടന്ന് മനസ്സിലാക്കുക. കാല് തീരട്ടെ, നടന്നു തീരട്ടെ. ദണ്ഡിയാത്ര നടത്തിയ ഗാന്ധിയൊക്കെ ഉണ്ട്, അവർക്ക് നടക്കുന്ന വിഷയമല്ലായിരുന്നു. അവരധികാരമില്ലെങ്കിൽ കൂടി നടക്കുമായിരുന്നു. ഇവിടെ അധികാരമുള്ളപ്പോൾ പുറത്തിറങ്ങൂല. ഇപ്പോൾ അധികാരത്തിന് വേണ്ടി കടിപിടി കൂട്ടുന്നത് എല്ലാവർക്കും, കോൺഗ്രസ്സുകാരനും BJPക്കാരനും കമ്മ്യൂണിസ്റ്റുകാരനും മറ്റ് ഇതര പാർട്ടികൾക്കും ചൂടിൻ്റെ എല്ലാ ആശംസകളും. സൂര്യഭഗവാനെ കുറയ്ക്കല്ലേ ചൂട് ഒരിക്കൽ, ഇനിയും കുറച്ച് നാളത്തേക്ക്. ജോൺസൺ കരുതും.